എൻ്റെ പേര് കസിയ, ഇതെൻ്റെ ഹസ്ബൻഡ് വിൽഫ്രഡ്, ഇതെൻ്റെ 3 പിള്ളേരാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 2022 ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഇതെൻ്റെ 2ാമത്തെ ടെസ്റ്റിമണിയാണ്. ഈ ടെസ്റ്റിമണി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ UK-യിൽ നിന്ന് ഇന്ന് വരുന്നത്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ടെസ്റ്റിമോണി ഇൻ ഷോർട്ട് ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ. കാരണം ഒരു പക്ഷേ എല്ലാവരും എൻ്റെ ടെസ്റ്റിമോണി കേട്ടിട്ടുണ്ടാവാം. I was going through a hard situation after the episode of COVID. ആ ഒരു വേവ് വന്നതിന് ശേഷം our family went through lots of trauma. Like I was diagnosed with lymphoma, and after that I had to go through chemo plus radiation. I went through 6 cycles of chemo plus 20 plus cycles of radiation. So അങ്ങനെ പോയി ഞാൻ ഇവിടെ ഉടമ്പടി എൻ്റെ മമ്മി എനിക്ക് ഉടമ്പടി വെച്ചിട്ട് മമ്മിക്കും എനിക്കും ഒരു മിറക്കിൾ ഉണ്ടായത് ഞാൻ കഴിഞ്ഞ കൊല്ലം ടെസ്റ്റിമണി പറഞ്ഞതാണ്. അതിനുശേഷം മാതാവ് എൻ്റെ കൂടെ വന്ന കുറച്ച് അനുഭവങ്ങളാണ് എനിക്കിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സോ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ UK-യിലേക്ക് പോയി. ഇൻ ബിറ്റ്വീൻ ഐ വാസ് ഏബിൾ ടു ഡു കപ്പിൾ ഓഫ് തിങ്സ്. ലൈക്ക് ഇവിടെ എൻ്റെ കസിൻ ചേച്ചി പ്രസവിച്ചിട്ട് കുഞ്ഞ് NIC-യിലായിരുന്നു ആ സമയത്ത്. അപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പം അവൻ്റെ ഫോട്ടോ ഫോണിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ ഇപ്പോൾ അവന് 1 വയസ്സായി, അവൻ സുഖമായിരിക്കുന്നു. ഞാൻ അവിടെ പോവുകയും UK-യിലേക്ക് പോവുകയും ഐ വാസ് ഏബിൾ ടു ഡു മൈ റെഗുലർ തിങ്സ്. ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, just because of my all these traumatic experience, they redeployed me to an office job. Admin ജോലിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. But I was always thinking, especially after taking ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ജോലി ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ബിക്കോസ് വൺ ഓഫ് ദ പ്രൊഫഷണൽ നഴ്സ്, ഞാൻ UK-യിൽ വർക്ക് ചെയ്യുകയാണ് ആസ് എ ടീം ലീഡർ. അപ്പോൾ എനിക്ക് എപ്പോഴും എസ്പെഷ്യലി ഞാനൊരു വാർഡിൽ വർക്ക് ചെയ്യുമ്പം ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു മൈ ജോബ് വിത്ത് ഓൾ മൈ ഹാർട്ട്, നോട്ട് ലൈക്ക് ബിഫോർ. ബിക്കോസ് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ജോലി ചെയ്യുമ്പം ഉടമ്പടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട്. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം നോർമലായി, ബാക്ക് ടു നോർമൽ ബൈ ഗോഡ്സ് ഗ്രേസ്. ഞാൻ ഉടമ്പടി പാലിക്കുന്നുണ്ട്. ഐ എം ഡൂയിങ് എവറിത്തിങ്. പ്ലസ് ഐ ഹാഡ് ടു ഗോ ത്രൂ ദിസ് സർവൈലൻസ് ആസ് വെൽ. ബിക്കോസ് അവിടെ നമുക്കറിയാം പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈവൻ ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് ബയോപ്സി റിസൾട്ട്സ് നെഗറ്റീവ് ആണെങ്കിലും കൂടി they will still look after you. They will still want to do the surveillance scan and everything. So it's like life in CCTV camera കൂടി അവർ നോക്കണ പോലെ നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കും. So after one of the CT scans, that particular consultant happens to be one of my colleague as well. So he rang to my office directly saying that, Cass, it looks like your results are absolutely fine, but then the uterus looks like a bit enlarged. Are you sure? Because this is a question he asked me. So I was like, excuse me, because I have to be I have to tell this thing, because as a nurse I should be ashamed of saying this, because I should have known this. But then ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നേഴ്സ് ആയത് കൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് വൺസ് പീരിയഡ്സ് ഇസ് മിസ്ഡ് യു വിൽ നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. ബട്ട് ദെൻ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് കീമോ എല്ലാം എടുത്തതിന് ശേഷം മൈ പീരിയഡ്സ് വെർ ഇറെഗുലർ, and sometimes I even miss my periods and things like that. So everything was going on, and then all of a sudden I got to know that I'm pregnant, and it was picked up in one of the CT scan with contrast. Contrast is nothing but a radioactive substance and contrast.
നമുക്കെല്ലാവർക്കും CT സ്കാൻ ചെയ്ത ആൾക്കാർക്കും അറിയാൻ പറ്റും, ഇത് നമുക്ക് ഇൻജെക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിലൊരു തീ പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. സോ അത്രയും ടോക്സിക് സബ്സ്റ്റൻസസ് ആണ് ദേ ഗേവ് മീ വൈൽ ഐ വാസ് പ്രഗ്നൻറ്റ്. So immediately the doctor told me, you have gone through so much, your body is weak, plus ninakku CT scan with contrast chedu, I'm sure this is something else, because he can see the uterus is enlarged and he's saying this is something else, and he's not confirming that this is pregnancy. And at that moment I told him, I believe that if it is pregnancy, I know it will be fine, but you don't worry, I'll sort it out. എന്നിട്ട് ഞാൻ pregnancy test ചെയ്തു. Immediately 2 lines were just showing up like that. And then അതിനുശേഷം നമുക്ക് പല സ്കാനും പലതും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടും അവർ പറഞ്ഞു, how on earth the baby looks absolutely fine. And that scan showed that the baby is 16 weeks of age. The fetus, zygote നമ്മൾ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് അനാറ്റമി ഫിസിയോളജി ഒക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും, ദാറ്റ്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇസ് എ വെരി ക്രൂഷ്യൽ പീരീഡ് ഓഫ് എ ബേബി. അതിൻ്റെ മീസോഡം എക്ടോഡം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സ്റ്റേജാണ്. സോ സംതിങ് ഗോയിങ് ഓൺ ദാറ്റ് ടൈം അറൗണ്ട് നമുക്ക് കൊച്ചിനെ ഡെവലപ്മെൻ്റൽ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ വരാം. സോ ആസ് എ നേഴ്സ് നമുക്കിതെല്ലാം അറിയാം, പക്ഷേങ്കിലും ഞാൻ അത് എനിക്കറിയാമെങ്കിലും പല കാര്യങ്ങളും അറിയാമെങ്കിലും നമ്മൾ സമയത്ത് എനിക്കറിയാൻ പാടില്ലാത്ത പോലെ തന്നെ ഞാൻ വിചാരിച്ചു. ഐ ഗേവ് അപ്പ് എവറിത്തിങ്. ഈവൻ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ എനി മോർ ബ്ലഡ് ടെസ്റ്റ് ടു ജസ്റ്റ് പ്രൂവ് ദാറ്റ് മൈ ബേബി ഈസ് ഫൈൻ, ബിക്കോസ് വാട്ട് എവർ യു സേ ഐ വിൽ സ്റ്റിൽ ഗോ ത്രൂ ദിസ് ആൻഡ് ഐ വിൽ ഹാവ് ദ ബേബി. And I don't mind to continue with this. That's what the decision I have taken at that point of time. Adinishesham, we have decided not to do any more blood tests or anything. And normal scans were going as their protocol. Everything was absolutely fine by God's grace. And I was doing completely full-time job. As a nurse, you know, especially UK-ലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് അറിയാൻ പറ്റും എത്ര ഹെക്റ്റിക്കാണ് ആസ് എ ടീം ലീഡർ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ സാധാരണ ഒരു ബെഡ് സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ഐ വാസ് ടീം ലീഡർ. സോ യു ഹാവ് ടു ഗോ ത്രൂ സോ മച്ച് ഓഫ് റോളർ കോസ്റ്റർ എവറി ഡേ. സോ അങ്ങനെ നമ്മൾ ആ സ്ട്രെസ് പീരീഡിൽ എസ്പെഷ്യലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആൻ ഓഫീസ് ജോബാണ് ഞാൻ ഫിസിക്കലി കുറച്ച് ഇതായിട്ടുള്ള ജോലിയിലേക്ക് തിരിച്ച് ഞാൻ പോകുന്നത്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഞാൻ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ സമയത്ത് വി വെൻ ടു ചെസിങ്ടൺ. ചെസിങ്ടൺ ഇസ് നത്തിങ് ബട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വീഗാലാൻഡ് പോലത്തെ ഒരു സ്ഥലം, പ്ലസ് ഗ്ലാമ്പിംഗ് ഉണ്ട്. നമുക്കവിടെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാം. അങ്ങനെ പിള്ളേരെയും കൊണ്ട് പോയി. ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ച് റാറ്റിൽ സ്നേക്കിൽ വരെ കയറ്റി. റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം, റോളർ കോസ്റ്റർ പോലത്തെ. അതിനകത്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ഒത്തിരി ഞാൻ കയറി. ആ സമയത്തൊക്കെ എന്തും സംഭവിക്കാമായിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്, എനിത്തിങ് കുഡ് ഹാവ് ഗോൺ റോങ്. ബട്ട് ആ സമയത്തൊക്കെ ഐ ബിലീവ് ദാറ്റ് അറിയാത്ത കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്കറിയാം, എൻ്റെ മാതാവിനറിയാം. സോ മാതാവാണ് ഈ കുഞ്ഞിനെ തന്നത്. സോ ഷീ ആക്ച്വലി ലുക്ക്ഡ് ആഫ്റ്റർ മീ ഓൾ ത്രൂ ഔട്ട് ദിസ് പ്രഗ്നൻസി. വൈ? ബിക്കോസ് ഞങ്ങൾ മാത്രമാണ് UK-യിലുള്ള അല്ലെങ്കിൽ ഏത് പ്രവാസികൾക്കും അറിയാം, എന്ത് പ്രശ്നം വന്നാലും നമ്മളെല്ലാവരും ഒരു ചെറിയ ഒരു റൂമിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എൻറ്റയർ വേൾഡ് ഒതുങ്ങിപ്പോകുന്നത്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹാപ്പിനെസ് ഓർ എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ട്രോമ. സോ അങ്ങനെ ഞങ്ങൾ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്കും വി ഡോണ്ട് ഹാവ് എനിബഡി ടു ലുക്ക് ആഫ്റ്റർ അസ് or neither to look after anybody else in this house. So I was asking Mother Mary, എനിക്ക് 2 പ്രഗ്നൻസിക്കും എൻ്റെ 2 അമ്മമാരും വന്നും പോയി ഇരുന്നേച്ച്. ഇപ്പം we don't have that kind of a luxury. So what I'm asking, മാതാവിൻ്റെ എലിസബത്ത് ആൻറ്റിനെ പോയി നോക്കിയതുപോലെ എന്നെ ഒന്ന് വന്ന് നോക്കാവോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് എവിഡൻസ് ആയിട്ട് I have
I have seen her couple of times, to be frank, and please don't judge me. കാരണം ഞാൻ കണ്ടു എന്ന് പറയണത് അങ്ങനെ കണ്ടു എന്നല്ല. സം ഓഫ് ദി തിങ്സ് ലൈക്ക് എ ഗ്ലിച്ച് ഓർ സംതിങ് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പം നമ്മൾ വിചാരിക്കും വലിയൊരു കൈയാണ് വന്നിരിക്കുന്നതെന്ന്, പക്ഷേ പെട്ടെന്ന് ഒന്നും കൂടി കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാങ്കറ്റോ ഡുവേ ആയിരുന്നു എന്ന് പിന്നെ മനസ്സിലാവും. സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് സം ഓഫ് ദി തിങ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. I have given that evidence to Kripasanam team. I hope it actually will help. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അതിനോടനുബന്ധിച്ചുള്ള ഒരു എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ pregnancy was continuing and everything was fine. ഞാൻ full time even more than 40 hours I used to work for as a nurse. During that time up and down drive ചെയ്യുമ്പോൾ എപ്പോഴും ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഇല്ലാതെ ഞാൻ ഇരിക്കത്തേ ഇല്ല. എപ്പോഴും സാക്ഷ്യവും ധ്യാനവും എല്ലാം കൂടി. ആൻഡ് ഫെബ്രുവരി 13 ആയിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഫെബ്രുവരി 8 തന്നെ പെട്ടെന്ന് പെയിൻ വരികയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൻഡ് എവറിത്തിങ് വാസ് ഫൈൻ. ഐ ഗേവ് ബർത്ത് ടു എ boy baby on 8th of February and I named him Ephron Marian. ബാപ്റ്റിസം കഴിഞ്ഞിട്ടില്ല. ബാപ്റ്റിസം കൂടി നടത്തണം. മാതാവിനെ കാണിച്ചിട്ട് വേണം ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. And he is such a sweet boy and I would say this is the most easiest pregnancy and I ever had, I would say. Without any of such helps, we were able to do everything. And I should also say this, മാതാവിൻ്റെ രൂപത്തിൽ കുറേ ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഐ താങ്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാർ ഞങ്ങൾക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാനും അവിടെ ഉള്ള ചേച്ചി ചേട്ടൻ എല്ലാവരും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. മാതാവിൻ്റെ രൂപമായിട്ടാണ് ഞങ്ങൾക്ക് അവരെല്ലാവരും മാതാവ് പറഞ്ഞയച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആൻഡ് another things I should say, other one of the testimony I have and he is the boy. പിന്നെ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്, ഞങ്ങൾക്കൊരു വീട് വേണം എന്നായിരുന്നു. ബാംഗ്ലൂരാണ് ഹസ്ബൻഡിൻ്റെ വീടുണ്ടായിരുന്നത്. സോ അവിടുത്തെ വീട് വിൽക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചത് കഴിഞ്ഞ ഏപ്രിലാണ് ഈ കാര്യം വെച്ചത്. ജൂലൈ 13 ഞങ്ങൾക്ക് മാതാവ് നല്ലൊരു വലിയ വീട്, ഒരു 4 ബെഡ്റൂം വീട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇപ്രാവശ്യം കുഞ്ഞിനായിട്ട് ഞങ്ങൾക്ക് അവിടെ വരാൻ പറ്റി. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വെയ്റ്റ് ലോസിനെ പറ്റിയാണ്. നമുക്കറിയാം വെയ്റ്റ് ലോസ് ഇസ് ദ ബിഗ് തിങ് നൗഡേയ്സ്. എൻ്റെ ഹസ്ബൻഡിന് ഹി വാസ് അറൗണ്ട് 98 kgs. He was big. So he wanted to reduce his weight. Confidence level പോവല്ലോ നമുക്ക് വെയിറ്റ് ഇച്ചിരി വെക്കുമ്പോൾ. അപ്പം റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് പുള്ളി ഒരു നല്ലൊരു അത്ലീറ്റും കൂടിയാണ്. സോ ഹി റൺസ് എ ലോട്ട്. ഈവൻ 5 miles a day. 5 miles a day he used to run. But still he couldn't reduce his weight. കഴിക്കാതിരിക്കും, ഫുഡ് കഴിക്കാതിരിക്കും, സ്മൂത്തി മാത്രം കഴിക്കും, ഒരു ദിവസം വെള്ളം മാത്രം കുടിക്കും, അങ്ങനെ പല ഡയറ്റും. എവറിത്തിങ് ഹി ഫോളോഡ് ആൻഡ് ഹി വാസ് ലൈക്ക്, ഓ ഐ എം സോ ഫെഡ് അപ്പ്, ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗിവ് അപ്പ്. ദാറ്റ്സ് വാട്ട് ദ ലാസ്റ്റ് തിങ് ഹി ടോൾഡ് മീ. ആൻഡ് ദെൻ ഐ ടോൾഡ് ഹിം, why do you just say like this? You have the best person to ask you. She's your dietitian. Ask her what to do. And then I told him one thing to do. Pray to Mother Mary that, see, this is I cannot do it, but you know, not by merit but by grace എന്നാണല്ലോ. അപ്പം മാതാവ് എനിക്കിത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് താൻ ഓടാൻ പോയിക്കോ, എവറിത്തിങ് വിൽ ബി ഫൈൻ ഞാൻ പറഞ്ഞു. അങ്ങനെ within 3 weeks of time he reduced the weight. And from that time നമ്മുടെ ട്രാക്ക് റെക്കോർഡ്സ് നോക്കി അറിയാൻ പറ്റും. It reduced very continuously, and now he's only 78 kg. He's 80 kg. From 98 he lost almost 2 stones, 3 stones, and
he's absolutely fine and everything, his energy levels has come up better. And one more thing I have to say, after chemo and everything, my bowel habits and my appetite weren't normal anymore. So ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും എല്ലാം യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഇതെല്ലാം നോർമലാക്കി തന്നു. ആൻഡ് മൈ ഹെയർ, എനിക്ക് മുടിയില്ലായിരുന്നു. ഒബ്വിയസ്ലി എവറിബഡി വിൽ നോ, കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം പോവും, മൊട്ടത്തലയായി പോവും, പിന്നെ നമുക്ക് മുടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈശോൻ്റെ പോലെ കുറച്ച് മുടി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മുടി തന്നു മാതാവ്. അതൊരു കാര്യം. ദാറ്റ് ഈസ് കപ്പിൾ ഓഫ് തിങ്സ്. പിന്നെ പിള്ളേർക്കും ഒത്തിരി വിശ്വാസമാണ്. ക്യാലി ഗോട്ട് ഹൈ റിസൾട്ട്സ്. അവന് സാറ്റ്സ് റിസൾട്ട്സ് വന്നതിൽ he got almost 96% for max, and overall SAT score was above 94%. അത്ര മാർക്ക് തന്ന മാതാവ് അനുഗ്രഹിച്ചു. I always tell them to pray and go to school. And she's got this locket, മദർ മേരിയുടെ ചെറിയ ലോക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ സ്കൂളിൽ റിസപ്ഷനിൽ പോകുമ്പം people will ask her, who is this? Because they are only thinking that, is this Elsa or this is Anna? Who is this princess? They only know about Disney princessനെ പറ്റി അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഏത് പ്രിൻസസ്സാണെന്ന് ചോദിക്കും. സോ ഷീ വിൽ എക്സ്പ്ലെയിൻ ടു ദം ദാറ്റ് ദിസ് ഈസ് മദർ മേരി. കൃപാസനത്തിൽ ഇത് മദർ മേരിയാണ്. ഷീ വിൽ ലുക്ക് ആഫ്റ്റർ യു. ദാറ്റ് ഈസ് വാട്ട് മമ്മി ടോൾഡ് മീ. അങ്ങനെ എല്ലാവർക്കും വിശ്വാസം വർദ്ധിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 ഞങ്ങളുടെ ഉമ്മ. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ്.